ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ പോളിത്തീൻ പീസ് റബ്ഡ് വിത്ത് ഊൾ is found to have a negative charge of 3 into 10 raised to minus 7 കൂളം. അവിടെ എന്താ പറയുന്നത്, ഒരു പോളിത്തീനും ഒരു ഊളും നമ്മൾ എന്ത് ചെയ്തു, റബ്ബ് ചെയ്തു. റബ്ബ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായ ചാർജ് എത്രയെന്ന് പറയുന്നു, ഒരു നെഗറ്റീവ് ചാർജ് ആണ്. എത്ര, 3 into 10 raised to minus 7 കൂളം. അപ്പൊ അവിടെ ചാർജ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തുണ്ട്, ചാർജ് ഉണ്ട്. 3 into 10 raised to minus 7 കൂളം. നെഗറ്റീവ് ആവശ്യമില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി. അതിൽ എ പറയുന്നതാണ് എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ബൈ റബ്ബിംഗ് പഠിക്കുന്നുണ്ട്. രണ്ട് ഇൻസുലേറ്റർ റബ്ബ് ചെയ്യുമ്പോൾ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവും. എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയെന്ന് കാണണം. അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്, n കാണണം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എന്താ ഫോർമുല, Q is equal to Ne. n അല്ലേ കാണണ്ടേ, E ഡിവൈഡ് ചെയ്തു. അപ്പൊ n is equal to എന്താണ്, Q by E. Q തന്നിട്ടുണ്ട് 3 into 10 raised to minus 7 divided by E. E എത്ര ആയിട്ടുള്ള 1.6 into 10 raised to minus 19. 1.6 10 raised to എന്താണ്, minus 19. ഇതെങ്ങനെ കിട്ടും, 1.875 into 10 raised to 12 എന്താണ്, പോയിന്റ് അല്ല കേട്ടോ. അവിടെ നിന്ന് 3 0 കൊടുക്കുകയാണെങ്കിൽ എത്ര കിട്ടും, 1825 into 10 raised to 9 എന്ന് കിട്ടും കേട്ടോ. അതിന്റെ കൂടെ ക്വസ്റ്റ്യൻ ഉണ്ട്, എവിടെ നിന്ന് എവിടേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ് പഠിക്കുക. അതിൻ്റെ അകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കേണ്ടത്, ആ സീരീസിൽ മുകളിലുള്ളവർക്ക് പോസിറ്റീവ് ആണ്, താഴെയുള്ളവർക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഊളും പോളിത്തീൻ എടുക്കുമ്പോൾ അവിടെ ഊളാണ് മുകളിൽ വരുന്നത്, പോളിത്തീൻ താഴെയാ വരുന്നത്. അതായത് ഊൾ പോസിറ്റീവും പോളിത്തീന് നെഗറ്റീവ്. അതിന്റെ മീനിങ് എന്താ, എങ്ങനെ പോസിറ്റീവ് ആവുന്നത്, ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് പോസിറ്റീവ് ആവുന്നത്, ഇലക്ട്രോൺ കിട്ടുമ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്. അപ്പൊ ഊൾ എന്താണ്, പോസിറ്റീവ് ആയതുകൊണ്ട് ഊളിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. പോളിത്തീൻ നെഗറ്റീവ് ആയതുകൊണ്ട് പോളിത്തീൻ എന്ത് ചെയ്തു, ഇലക്ട്രോൺ കിട്ടി. അപ്പൊ എവിടെ നിന്ന് എവിടേക്ക് ഇലക്ട്രോൺ പോകുന്നത്, ഊൾ ടു എന്താണ്, പോളിത്തീൻ. ടെക്സ്റ്റിനകത്തൊരു ബോക്സ് കാണും, അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഊൾ പോളിത്തീൻ ആണ്, ഊൾ പോസിറ്റീവ് ആണെന്ന്. അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ് പഠിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അതിന്റെ കൂടെ ക്വസ്റ്റ്യൻ എന്താണ്, അതിന്റെ കൂടെ ബി പാർട്ട്, ഈസ് there is a transfer of mass from wool to polythene. പഠിപ്പിക്കുന്നത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇങ്ങനെ റബ്ബിംഗ് കാരണം ചാർജ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്, മാസിന് ചേഞ്ച് ഉണ്ട്. അതായത് പോസിറ്റീവ്ലി ചാർജ് ബോഡിക്ക് മാസ് കുറയും, നെഗറ്റീവ്ലി ചാർജ് ബോഡിക്ക് മാസ് കൂടും. ഇവിടെ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇത് എ പാർട്ട്, ബി പാർട്ട് എന്ന ആൻസർ എന്താണ്, എസ്. ഈസിൽ എസ് ട്രാൻസ്ഫർ ഉണ്ട്. ഇനി എസ് മാത്രമേ ഉള്ളൂ. നീ എത്ര മാസ് ട്രാൻസ്ഫർ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ എത്ര ഇലക്ട്രോൺ ആ ട്രാൻസ്ഫർ, എത്ര ഇലക്ട്രോൺ അല്ലേ ട്രാൻസ്ഫർ ആയത്, ടോട്ടൽ മാസ് ട്രാൻസ്ഫേർഡ് ഇതിനെ കാണുന്നത്. ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോണിന്റെ മാസ് ഇതാണ്, 9.1 into 10 raised to minus 31. ഒരു ഇലക്ട്രോൺ. എത്ര ഇലക്ട്രോൺ പോയി, ഇത്ര ഇലക്ട്രോൺ പോയില്ലേ. അപ്പൊ ടോട്ടൽ മാസ് എത്ര, ഇത് ഇൻറ്റു ഈ വാല്യൂ 1.875 into 10 raised to 12. ഇത്രയും മാസാണ് എന്ത് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തത്, ഇത്രയും മാസാണ് ട്രാൻസ്ഫർ ചെയ്ത് നോക്കിയാൽ അത് kg കിട്ടും കേട്ടോ. അങ്ങനെ ചോദിച്ചില്ല, ചോദിക്കുകയാണെങ്കിൽ ഇവിടെ മാസ് ട്രാൻസ്ഫർ ഉണ്ട്. എത്ര മാസ് ട്രാൻസ്ഫർ എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. ഒരു ഇലക്ട്രോൺ ചാർജ് എത്രയാണ്, 9.1 into 10 raised to minus 31. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. 2 point charges plus 16 μc and minus 10 μc are placed 8 cm apart in air. അപ്പോൾ രണ്ട് ചാർജസ് ഉണ്ട്, ഒന്ന് പ്ലസ് 16 μc ആണ്, മറ്റൊന്ന് മൈനസ് 9 μc ആണ്. എയറിൽ പ്ലേസ് ചെയ്യുന്നു, ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 8 cm ആണ്. യു ആർ ആസ്ക്ഡ് ടു പ്ലേസ് എ plus 10 μc charge at a third position such that the net force on plus 10 μc charge is 0. Where will you place the charge? Make the necessary calculations. What a question പറയുന്നത്, രണ്ട് ചാർജസ്, രണ്ട് ചാർജസ് ഏതൊക്കെയാ, ഒന്ന് പ്ലസ് 16 μcയും അത് മൈനസ് 9 μcയും. ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് പറയുന്നു, 8 എന്ന് പറയുന്നു. വേണമെങ്കിൽ പേര് കൊടുക്കാം, എയും ബിയും. ഡൈപോൾ അല്ല കേട്ടോ, ഡൈപോൾ വിചാരിക്കില്ല കേട്ടോ. ഡൈപോൾ ആണെങ്കിൽ രണ്ടിന്റെ വാല്യൂ സെയിം ആണ്. ഇവിടെ 16 വന്നാൽ മാത്രമേ ഡൈപോൾ എന്ന് എടുക്കാൻ പറ്റൂ കേട്ടോ. അവിടെ 9 ആണ്, അവൻ ഡൈപോൾ അല്ല, രണ്ട് ചാർജ് ഒന്നേ ഉള്ളൂ, ഡൈപോൾ എന്ന് പറയത്തില്ല കേട്ടോ. ഇനി
മൂന്നാമത്തെ ഒരു ചാർജ് പ്ലേസ് ചെയ്യും, എവിടെ വേണോ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. പക്ഷേ ആ മൂന്നാമത്തെ ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എത്ര? 0. ഒരു ചാർജ് എവിടെ പ്ലേസ് ചെയ്താലും രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ ഞാൻ എവിടെ പ്ലേസ് ചെയ്യുന്നു? ആദ്യം 16 ഒരു ഫോഴ്സ് കൊടുക്കും, ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കും. രണ്ട് ഫോഴ്സിന് ആഡ് ചെയ്യുമ്പോഴാണ് രണ്ട് ഫോഴ്സിന്റെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഫോഴ്സ് കിട്ടും. അപ്പൊ ഈ 0 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു, സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞതാണ് ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണെങ്കിൽ ഇവിടെ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഈ രണ്ട് ഫോഴ്സും ഈക്വലും ഓപ്പോസിറ്റും ആണ്. ഈക്വലും ആണ്, ഡയറക്ഷൻ എന്താവണം? ഓപ്പോസിറ്റ് ആണ്. അത്രേ ഉള്ളൂ. അപ്പം ഈക്വലും ഓപ്പോസിറ്റ് ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. രണ്ട് പോസിബിലിറ്റി ഉള്ളത്. മുകളിലും താഴെയും കൊടുത്താൽ സംഭവിക്കില്ല കേട്ടോ, ഓപ്പോസിറ്റ് ആവൂല, ചരിച്ചാ കൊടുക്കുന്നത്, റിസോൾവ് ആവും. അപ്പൊ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും, ആക്സിൽ ലൈനിലെ പ്ലേസ് ചെയ്യാൻ പറ്റും. രണ്ട് സ്ഥലത്ത് പ്ലേസ് ചെയ്യാം. ഒന്ന് എക്കും ബിക്കും ഇടയിൽ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ബിക്ക് പുറത്തോ എക്ക് പുറത്തോ പ്ലേസ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം എക്കും ബിക്കും ഇടയിൽ പ്ലേസ് ചെയ്തിട്ട് ഒരു കാര്യം പറയാം, മനസ്സിലാവുന്ന നോക്കുക. ഇത് കുറച്ച് എളുപ്പമാണ് പറയാം. നമ്മൾ ആക്സിലെ ഡെറിവേഷൻ പഠിച്ചുകൊണ്ട് കുറച്ച് എളുപ്പമാണ്. നേരത്തെ സ്ക്വയർ പോലെ അല്ല. അപ്പൊ സി എന്നൊരു പോയിന്റ് കൊടുത്ത് അവിടെ ഒരു +10 മ്യൂസി പ്ലേസ് ചെയ്ത് വെച്ചു, നടുക്കല്ല എവിടെ കൊടുത്ത് പ്ലേസ് ചെയ്തു. അപ്പൊ നോക്കുക, ഇത് ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കേ, പോസിറ്റീവ് ചാർജല്ലേ ഫോഴ്സ് കൊടുക്കുന്നത് നമ്മൾ പഠിച്ചുകൊണ്ട്. പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് വരുന്നത്? റിപ്പൾസീവ് ആണ്. ഡയറക്ഷൻ എങ്ങോട്ടാണ്? അവിടെ പഠിച്ചത് കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ആക്സിലില് എന്താ പഠിച്ചത്? ചാർജ് ടു പോയിന്റ്, ചാർജ് ചെയ്യുന്ന പോയിന്റിലോട്ട്. അപ്പൊ ഡയറക്ഷൻ എങ്ങനെയല്ലേ വരുന്നത്? നേരത്തെ സ്ക്വയർ ആലോചിക്കല്ലേ കേട്ടാ, സ്ക്വയർ ആലോചിക്കല്ലേ, അതിന്റെ ഡയമെൻഷൻ വേറെയാണ്, അതിന്റെ സിമെട്രി വേറെയാണ്. ഈ ആക്സിലിൽ നമ്മൾ പ്രത്യേകിച്ച് ഡയറക്ഷൻ പഠിച്ചിട്ടുണ്ട്. ആക്സിലിന്റെ ഡെറിവേഷൻ പറയുമ്പോൾ തന്നെ എടുത്തു പറയുന്നുണ്ട്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ചാർജ് ചെയ്യുന്ന പോയിന്റിലോട്ട്, അപ്പം ചാർജ് ചെയ്യുന്ന പോയിന്റിലോട്ട് ഈ ഡയറക്ഷൻ. അടുത്ത് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പം ഇവിടെ എന്താണ്? നേരെ തിരിച്ച പോയിന്റിൽ നിന്ന് ചാർജിലോട്ട്, പോയിന്റിൽ നിന്ന് ചാർജിലോട്ട്, ഇത് ഡയറക്ഷൻ. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആണോ? അല്ല. അപ്പൊ ഇടയ്ക്ക് പ്ലേസ് ചെയ്താൽ എന്ത് ചെയ്ത് പോകില്ല? ക്യാൻസൽ ചെയ്ത് പോകില്ല. നേരത്തെ പോലെ അല്ല, നേരത്തെ ചരിഞ്ഞായിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇവിടെ ആക്സിലിൽ നമുക്ക് വ്യക്തമായ ഒരു ഡയറക്ഷൻ ഉണ്ട്, അപ്പൊ നമുക്ക് ഇടയ്ക്ക് പ്ലേസ് ചെയ്യാൻ പറ്റൂല. ഇനി എവിടെ പ്ലേസ് ചെയ്യാം? പുറത്ത് പ്ലേസ് ചെയ്യാം. ഞാൻ പുറത്ത് പ്ലേസ് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. സി എന്ന പോയിന്റ് ഇവിടെ ആണെങ്കിൽ സിയിൽ 10 മ്യൂസി പ്ലേസ് ചെയ്തു. അപ്പൊ ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയേ, എ സി ഒരു ഫോഴ്സ് കൊടുത്തു, ഇത് പോസിറ്റീവ് ആണ്. ഈ ഡയറക്ഷൻ നോക്കാൻ വേണ്ട, ആക്സിലില് ഈ ഇപ്പുറത്തെ ചാർജ് നോക്കണ്ട, ഇത് നോക്കിയാൽ മതി. പോസിറ്റീവ് ആണെങ്കിൽ എന്താ ഡയറക്ഷൻ? ചാർജ് ചെയ്യുന്ന പോയിന്റിലോട്ട്. അപ്പം എ ഇന്ന് സിയിലോട്ട്, ഡയറക്ഷൻ അങ്ങോട്ടാണ്, ഡയറക്ഷൻ അങ്ങോട്ട്. അപ്പൊ ഈ ഡയറക്ഷൻ എങ്ങോട്ട് വരും? അങ്ങോട്ട് വരും, ഈ ഡയറക്ഷൻ. ഇനി ഇത് ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കേ, ഇവിടെ ചാർജ് മാത്രം നോക്കിയാൽ മതി, ഈ ചാർജ് നോക്കണ്ട കേട്ടാ. നമ്മൾ ആക്സിൽ പറയുമ്പോൾ ഇവിടെ എന്താ? നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്താ പ്രത്യേകത? പോയിന്റിൽ നിന്ന് ചാർജിലോട്ട്, അപ്പൊ ഡയറക്ഷൻ അങ്ങോട്ട് ഇങ്ങോട്ട്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയില്ലേ? അപ്പൊ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ഒന്ന് കാണാൻ പഠിച്ചാൽ മതി. പക്ഷെ ചോദിക്കും ഇടയ്ക്ക് പ്ലേസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് 0 ആയില്ല? അതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്. ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ, ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. 0 ആവണമെങ്കിൽ ഈക്വൽ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? പുറത്ത് പ്ലേസ് ചെയ്യണം. ശരി, ഇനി ആൻസർ ആയി. അവിടെ പ്ലേസ് ചെയ്തു. ആ ഡിസ്റ്റൻസിനെ എക്സ് എന്ന് കൊടുത്തു. അതാണ് ക്വസ്റ്റ്യൻ. എത്ര ഡിസ്റ്റൻസ് അവലെ പ്ലേസ് ചെയ്തു? അതാണ് ക്വസ്റ്റ്യൻ. എക്സ് എന്ന് കൊടുത്തു. ഈ ഡിസ്റ്റൻസ് എക്സ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 8. ഈ ഡിസ്റ്റൻസ് എക്സ്. അപ്പോൾ നമ്മൾ പറയുന്നു സിയിലെ നെറ്റ് ഫോഴ്സ് 0 ആണ്. ഇഫ് നെറ്റ് ഫോഴ്സ് ഓൺ സി ഈസ് 0, then അതിന്റെ മീനിങ് എന്താ? അതിന്റെ മീനിങ് എന്താണ്? FA is equal to FB and എന്താണ്? ഓപ്പോസിറ്റ്. ഇത് ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തത് F എന്ന് പറഞ്ഞു, ഇത് ഇവിടെ ഒരു ഫോഴ്സ് FB എന്ന് പറഞ്ഞു. രണ്ട് ഫോഴ്സ് ഈക്വൽ ആവണം, പിന്നെ എന്ത് വേണം? ഓപ്പോസിറ്റ് ആവണം. ഈക്വൽ ആവണം, ഓപ്പോസിറ്റ് ആവണം. ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായേ കേട്ടാ. അപ്പൊ അതിന് നോക്കണ്ട. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഈക്വേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം ഇത് ഇവിടെ ഒരു ഫോഴ്സ് കാണുന്നു. എന്താ ഫോർമുല എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് FA എങ്ങനെ കാണും? 9 × 10⁻⁹. Q1 Q2. Q1 എത്രയാണ്? 16. മ്യൂസി മാറ്റി 10⁻⁶ ഇൻറ്റു ഇത് ഇവിടെ വരുന്ന ഫോഴ്സ് ആണ്. ഇതാണ് Q2. ഇത് Q1, ഇത് Q2 ആണ്. ഇത് Q1, ഇതെന്താണ്? Q2. Q2 എത്ര?
10 into 10 raised to minus 6 divided by അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സിയുടെ സ്ക്വയർ. എ സി എ ബി എത്ര 8 അല്ലേ, പിന്നെ എത്ര കൂടെ ആഡ് ചെയ്താൽ മതി, എക്സ് കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 8 പ്ലസ് എക്സ്. 8 പ്ലസ് എക്സിന്റെ എന്താണ് ദ ഹോൾ സ്ക്വയർ. സിംപ്ലിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടും കേട്ടോ, എല്ലാം കട്ടായി പോകും. അപ്പൊ അത് കിട്ടി. ഇനി എഫ് ബി കാണുന്നു. എന്താ എഫ് ബി എന്ന് പറഞ്ഞാൽ -9 ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പൊ ഇതാണ് Q1. 9 into 10 raised to 9 Q1 എന്താണ് 9 into 10 raised to minus 6 into Q2 എന്താണ് 10 into 10 raised to minus 6 divided by ഈ ഡിസ്റ്റൻസ് ബി സിയുടെ സ്ക്വയർ. ബി സി എത്ര എക്സിന്റെ സ്ക്വയർ. ഇത് രണ്ട് ഈക്വൽ എന്നല്ലേ പറയുന്നത്, എങ്കിൽ 0 ആവും. ഈക്വൽ ആണെങ്കിൽ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, നിങ്ങൾ ഈ സ്റ്റെപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും സ്റ്റെപ്പ് ചെയ്യുന്നത്. 9 into 10 raised to 9 into 16 into 10 raised to minus 6 into 10 into 10 raised to minus 6 divided by 8 plus x the whole square. F A എഴുതി. അടുത്ത എഫ് ബി ചെയ്യുന്നു. അവിടെ എന്താണ് 9 into 10 raised to 9 into 9 into 10 raised to minus 6 into 9 into 10 raised to 10 into 10 raised to minus 6 divided by x square. അവിടെ ഇതാണുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടാ, ഇത്രയും മനസ്സിലാവാൻ പറഞ്ഞതാണ്. ഇതാ ഇവിടെ നിന്ന് എല്ലാം കട്ടായി പോകും. ഇതാ കട്ടായി. ഇതാ ഇവിടെ 10 raised to minus 6 കട്ടായി. ഇവിടെ 10 into 10 raised to minus 6 കട്ടായി. എല്ലാം കട്ടായി. ഇവിടെ ബാക്കി എന്താണ് 16 by 8 plus x the whole square equal to ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ 9 by എന്താണ് എക്സ് സ്ക്വയർ. ക്രോസ് ഒന്നും ചെയ്യല്ലേ, സിംപ്ലിഫൈ ചെയ്യല്ലേ, എന്ത് ചെയ്യാ റൂട്ട് കാണുക, സ്ക്വയർ മാറ്റാൻ വേണ്ടി. സ്ക്വയർ റൂട്ട് ഓഫ് 16ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് 4. ഇതിന്റെ എത്രയാണ് 8 plus x. 16ന്റെ സ്ക്വയർ റൂട്ട് 4 8 plus x the whole square ആകുമ്പോൾ സ്ക്വയർ പോയി. അപ്പൊ എന്ത് കിട്ടും 8 plus x. 9ന്റെ റൂട്ട് എത്രയാണ് 3. ഇവിടെ എന്താണ് x. അത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാ. എക്സ് ഇൻറ്റു 4 ബാക്കി ഇവിടെ ചെയ്യാം. എക്സ് ഇൻറ്റു 4 അപ്പൊ എന്തായി 4x ഈക്വൽ ടു ഇതിങ്ങോട്ട് ക്രോസ് ചെയ്തു 8 into 3 24 പ്ലസ് എക്സ് ഇൻറ്റു 3 3x. 3x ഇപ്പുറത്ത് വന്നു. അപ്പൊ എന്ത് കിട്ടും 4x minus 3x ഈക്വൽ ടു 24. 4x minus 3x എത്ര x ഈക്വൽ ടു 8. ആൻസർ എത്ര 8 സെന്റിമീറ്റർ. പറഞ്ഞോളൂ 8 സെന്റിമീറ്റർ കേട്ടാ. ഞാൻ ഇവിടെ എന്ത് കൊടുത്തില്ല 10 raised to minus 2 കൊടുത്തില്ല കേട്ടാ. 10 raised to minus 2 കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഞാൻ അവിടെ കൊടുത്തില്ല, സെന്റിമീറ്റർ ആണ് പറഞ്ഞ കേട്ടാ. അവിടെ എന്താ 8 സെന്റിമീറ്റർ കിട്ടും. ഇവിടെ ഇതിലായിട്ട് എന്ത് കിട്ടും, സോറി 8 അല്ല 24 ആണ് മാർപ്പി. 8 അല്ല 24 സെന്റിമീറ്റർ മാറുന്നില്ല, സെന്റിമീറ്റർ ആണ് കേട്ടാ. ഞാൻ ഇവിടെ എല്ലാം ഏതാ കൊടുത്തു പോയത് സെന്റിമീറ്ററിലാണ് കൊടുത്തത്. കൺവേർട്ടുകൾ കട്ടായി പോകും. നമുക്ക് അവസാനം എന്തേ കിട്ടും സെന്റിമീറ്ററിലേക്ക് കിട്ടും. 24 സെന്റിമീറ്റർ കേട്ടാ. At first, a system has two charges QA equal to 2.5 into 10 raised to minus 7 coulomb and QB equal to minus 2.5 into 10 raised to minus 7 coulomb located at points A bracket 0, minus 15 centimeter and B bracket 0, plus 15 centimeter respectively. What are the total charge and ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം. അവിടെ തന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. അവിടെ എന്താണ് രണ്ട് ചാർജസ് ഉണ്ട് QAയും QBയും. ഓക്കെ, രണ്ട് വാല്യൂ സെയിം അല്ലേ. രണ്ടും എന്തിനാണ് 2.5 in 10 raised to minus 7 കൂളം ആണ്. മറ്റു എന്തിനാണ് 2.5 in 10 raised to minus 7 ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ രണ്ട് ചാർജസ് ഈക്വലും ഓപ്പോസിറ്റും. അപ്പൊ എന്താണ് ഡൈപോൾ. അപ്പൊ ഡൈപോൾ രണ്ട് ചാർജസ് ഈക്വൽ ഓപ്പോസിറ്റും അല്പം ഡിസ്റ്റൻസ് കൊടുത്താൽ പറഞ്ഞതിനാണ് ഡൈപോൾ എന്ന് പറഞ്ഞു. എങ്ങനെ പ്ലേസ് ചെയ്യുന്നു, എവിടെയൊക്കെ എയും ബി എന്നല്ലേ പറയുന്നത്. എയും ബിയും ഇത് ഏതൊരു പ്ലെയിൻ ആണ്, 3 ഡയമെൻഷനാണ്. അതുകൊണ്ടാണ് എക്സ് വൈ ഇസഡ് 3 കോർഡിനേറ്റും ഉള്ളത്. അത് നമുക്ക് നോക്കി അറിയാം. എക്സിലും വൈയിലും 0 0 ആണ്. അപ്പൊ ഈ ലൈൻ കടന്നു പോകുന്നത് എവിടെ കൂടെ കടന്നു പോകുന്നത് ഇസഡ് ആക്സിൽ കൂടെ കടന്നു പോകുന്നത്. ഇസഡ് ആക്സിസ് എന്തുകൊണ്ടാ എക്സിലും വൈക്കും 0 0 അവിടെ എന്തില്ല കോർഡിനേറ്റ് ഇല്ല. അപ്പൊ ഈ പോയിന്റ് ലൈ ചെയ്യുന്നത് എവിടെ ആയിരിക്കും ഇസഡ് ആക്സിലായിരിക്കും. അപ്പൊ രണ്ട് ഇസഡ് ആക്സും ഉണ്ട്, മൈനസും ഉണ്ട് പ്ലസും ഉണ്ട്. അപ്പൊ എ ഇരിക്കുന്നത് മൈനസ് ആക്സ്, അതുകൊണ്ട് അവിടെ എന്ത് വന്നെ -15. ഇവിടെ എത്ര ഇവിടെ 0, -0, -15.
ഇവിടെ എത്രയാണ് 0,0,15 ഇത്രേ ഉള്ളൂ. ഇത് പ്ലസ് ഇസഡ് എക്സ്, ഇത് മൈനസ് റെസ്റ്റ്, അത് കാര്യമേ ഇല്ല. നിങ്ങൾക്ക് എന്തെടുത്താൽ മതി, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ -15 ഇത് എത്രയാണ് 15. നമുക്ക് വേണ്ടത് ഈ ടോട്ടൽ ലെന്ത് എത്രയാണ്. അപ്പൊ നോക്കി ഒറിജിൻ നോക്കി നമ്മൾ സാധാരണ ഗ്രാഫില് ഇത് 0, ഇത് എത്രയാണ് 15, ഇത് എത്ര -15. ടോട്ടൽ ഇതിനിടയ്ക്കുള്ള ലെന്ത് എത്രയാ വരുന്നത്, ഇവിടെ എത്രയുണ്ട് 15, ഇവിടെ എത്രയുണ്ട് 15, ടോട്ടൽ എത്രയാ വരുന്നത് 30, മൊത്തം എത്ര വരുന്നത് 30. നമുക്ക് ലെന്ത് മാത്രം മതി, നിങ്ങൾക്ക് സൈൻ നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും നമ്മൾ എപ്പോഴും അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് കാണുന്നത് ഫൈനൽ പോയിന്റ് മൈനസ് ഇനിഷ്യൽ പോയിന്റ്. ഫൈനൽ പോയിന്റ് എത്ര 15 മൈനസ് ഇനിഷ്യൽ പോയിന്റ് എത്ര -15. അപ്പൊ എന്തായി പ്ലസ് ആയി. വേണേ അങ്ങനെയും ചിന്തിക്കാം. അല്ലെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്ര, ഇവിടെ 15 ഇവിടെ 15, മൊത്തം എത്രയാണ് 30. അല്ല ക്യാൻസൽ ആയി പോകില്ല, ലെന്ത് ഒരിക്കലും 0 ആവൂല, ക്യാൻസൽ ആവൂല. അപ്പൊ അവിടെ എന്ത് മനസ്സിലായി, ആ കോർഡിനേറ്റിൽ നിന്നും ഒരു കാര്യം കിട്ടും, ഇതിന്റെ ലെന്ത് എത്രയെന്ന് കിട്ടി 30 സെന്റിമീറ്റർ. ഡൈപോൾ ലെന്ത് കിട്ടും 30 സെന്റിമീറ്റർ. അത് ഇൻഡയറക്ട്ലി പറയുന്നതാണ്. പിന്നെ എന്ത് പറയുന്നുണ്ട്, രണ്ട് ചാർജസ് പറയുന്നുണ്ട്. ഏതൊക്കെയാ, QA ഇവിടെ എത്രയാണ് 2.5 into 10⁻⁻7 കൂളവും, ഇവിടെ എത്ര -2.5 into 10⁻⁻7 കൂളവും. മാഗ്നിറ്റ്യൂഡ് സെയിം, ഓപ്പോസിറ്റ്. ഡൈപോൾ ആണ്. എന്താ കാരണം, ഒന്ന് ടോട്ടൽ ചാർജ് 0, കാരണം ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്, ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 0. ഒന്നാമത്തെ ആൻസർ ആയി, ടോട്ടൽ ചാർജ് എത്രയാണ് 0. രണ്ടാമത്തെ ഡൈപോൾ മൊമെന്റ്. എങ്ങനെ ഡൈപോൾ മൊമെന്റ് കാണുന്നത്, P കാണുന്നത് Q into 2A. എന്താ Q എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജസ്. ഇതിൽ ഏതെങ്കിലും ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി, വാല്യൂ മാത്രം മതി, സൈൻ വേണ്ട. വാല്യൂ എത്ര 2.5 into 10⁻⁻7 into 2A എന്ന് പറഞ്ഞ ഡൈപോൾ ലെന്ത്. അത് എത്രയാണ് 30 സെന്റിമീറ്റർ. സെന്റിമീറ്റർ ക്വസ്റ്റ്യനിലുണ്ട്, 30 സെന്റിമീറ്റർ മീറ്റർ ആകെ ഇൻറ്റു 10⁻⁻². ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ആൻസർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ 375 into 10⁻⁻9 എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി. യൂണിറ്റ് മറന്നുപോലെ കൂളം മീറ്റർ സ്ക്വയർ അല്ല, കൂളം മീറ്റർ. മറന്നുപോലെ, സെന്റിമീറ്റർ അല്ല, കൂളം മീറ്റർ. ഡയറക്ഷൻ ചോദിക്കാമേ. എപ്പോഴും ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇതാണ് ഡയറക്ഷൻ. നെഗറ്റീവിൽ നിന്ന് തിരിച്ച്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് ഡയറക്ഷൻ. ചോദിക്കുക, ഇത് ചോദിച്ചില്ല, ചോദിക്കാം. ഫിഗർ ഷോസ് 3 points +2Q -Q +3Q. 2 charges +2Q and -Q are enclosed in a surface S. What is the electric flux due to its configuration through the surface S? Already പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സർഫസ്, ഇതാണ് S. രണ്ട് ചാർജസ് അകത്തുണ്ട്, +2Q -Q. പുറത്തൊരു ചാർജ് ഉണ്ട് +3Q. എന്ത് കാണണം, ഫ്ലക്സ് കാണണം. ഇവിടെ EDS കോൺസ്റ്റന്റ് ഉപയോഗിക്കാൻ പറ്റൂല, നമുക്ക് ഇയും ഇല്ല ഏരിയയും ഇല്ല, പോയി. പിന്നെ എന്താ ഉപയോഗിക്കാൻ പറ്റുന്നത്, Q/ε0. അത് ഉപയോഗിക്കാം, ചാർജ് ഉണ്ട്. അപ്പൊ നോക്കാം ഫ്ലക്സ് എങ്ങനെ കാണാം, Q/ε0. അല്ലെ മെയിൻ ഫോർമുല എന്ന് പറഞ്ഞാൽ Q എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക. Q എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതാം, അവിടെ നെറ്റ് ചാർജ്, ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. സർഫസിനകത്തുള്ളതാ കാണേണ്ടത്, അപ്പൊ ഇതെടുക്കില്ല, സർഫസിന് പുറത്ത്. ഇത് രണ്ടും എടുക്കും. അപ്പൊ ടോട്ടൽ ചാർജ് അല്ലേ, അപ്പൊ ആഡ് ചെയ്യണം. ചാർജ് എങ്ങനെ ആഡ് ചെയ്യുന്നത്, ചാർജ് ആഡ് ചെയ്യുന്നത് ഇൻക്ലൂഡിങ് സൈനോട് നോക്കി ആഡ് ചെയ്യേണ്ടത്. അവിടെ എത്ര 2Q +-Q. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, Q എന്ന് കിട്ടും. അപ്പൊ എന്താണ് 2Q +-Q. പ്ലസ് ഇൻറ്റു മൈനസ് എന്തായി മൈനസ്. അപ്പൊ എന്ത് കിട്ടും 2Q -Q. അപ്പൊ എന്ത് കിട്ടി Q. അപ്പൊ നെറ്റ് ചാർജ് എത്ര തന്നെയാണ്, Q തന്നെയാണ്. അപ്പൊ Q/ε0. ഫ്ലക്സ് തീർന്നു ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ എക്സാം ചോദിക്കുന്നത്. Qന്റെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. Qന്റെ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ കൊടുക്കുക. എപ്സിലോൺസ് നമുക്കറിയാം 8.85 into 10⁻². ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. A point charge of 2 μc is at the center of a cubic Gaussian surface 9 cm on edge. What is the net flux through the surface? എളുപ്പമാണ്. ഒരു ക്യൂബിന്റെ സെന്ററിലായിട്ട്, ക്യൂബിന്റെ സൈഡ് തന്നിട്ടുണ്ട് 9 cm ആണ്, അതിന്റെ സെന്ററിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 2 μc ചാർജ് പ്ലേസ് ചെയ്തു. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നെറ്റ് ഫ്ലക്സ് ത്രൂ ദ സർഫസ്.
അപ്പൊ അവിടെ വേറെ ഒന്നും വേണ്ട, ഫ്ലക്സ് കാണാൻ ഇ ഡോട്ട് ds ഉണ്ട്, ഇ ഇല്ല, അപ്പൊ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഫോർമുല phi is equal to q by epsilon 0. എന്താ q എന്ന് പറഞ്ഞാൽ നെറ്റ് ചാർജ് ഇൻസൈഡ് ദ സർഫസ്. ഒരു ക്യൂബിക്കൽ സർഫസ്, ആ സർഫസിന് അകത്തിരിക്കുന്ന ചാർജ് ആര് മാത്രമേ ഉള്ളൂ? പ്ലസ് 2 മ്യൂസി മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ എത്രയാ ചാർജ് എന്ന് പറഞ്ഞാൽ 2 മ്യൂസി അല്ലേ, 10⁻⁻6 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 8.85 into 10⁻⁻2 ചെയ്യുക. ഒരു ആൻസർ കിട്ടും. യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം ⁻⁻1. ഇതൊക്കെ എക്സാം ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കാറുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഗർ ബിലോ ഷോസ് the electric field lines for 2 point charges separated by a small distance. അപ്പൊ 2 point charges പറയുന്നു, ഫിഗർ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദി റേഷ്യോ ഓഫ് q1 by q2. q1 by q2 എത്രയെന്നാണ്? q1 by q2 ഇതിന്റെ വാല്യൂ തന്നിട്ടില്ലേ, അപ്പോൾ നമുക്ക് വാല്യൂ എത്ര എഴുതാൻ പറ്റില്ല. നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇതിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണോ, ഗ്രേറ്റർ ദാൻ 1 ആണോ, ഈക്വൽ ടു 1 ആണോ, ഇത് മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ അത് എങ്ങനെ പറയാൻ പറ്റും? ഇതിൽ ആര് വലുതെന്ന് നോക്കണം. അതായത് q1 ഉം q2 ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ടു 1 ആയിരിക്കും. q1 ആണ് വലുതെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. q1 ചെറുതാണെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പൊ q1 ആണോ q2 ആണോ വലുതെന്ന് നോക്കുക. അതെങ്ങനെ മനസ്സിലാവും? ഫിഗർ നോക്കുക. നമ്മള് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുന്നതാണ്. നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ, ഡെൻസർ ആയിട്ട് കാണപ്പെടുകയാണെങ്കിൽ, അടുത്തടുത്ത് കാണപ്പെടുകയാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ എന്നാണ് മീനിങ്. ഈ ഫിഗർ നോക്കുമ്പോൾ പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ ഡെൻസ് ആയിട്ട് കാണപ്പെടുന്ന എവിടെയാ? q1 അടുത്താണ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡെൻസർ ആയിട്ട് കാണപ്പെടുന്നത്, അടുത്തടുത്ത് കാണപ്പെടുന്നത്. അപ്പൊ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് എവിടെ കൂടുതൽ? q1 കൂടുതൽ. എന്റെ മീനിങ് എന്താ? q1ന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ ആരേക്കാൾ? q2നേക്കാൾ. അതുകൊണ്ട് q1 വലുതായതുകൊണ്ട് ആൻസർ ഗ്രേറ്റർ ദാൻ 1. റീസൺ എന്താ? q1 ഈസ് ഗ്രേറ്റർ ദാൻ q2. നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് q1 ലാണ് കൂടുതൽ. ബി പാർട്ട്, വാട്ട് ആർ ദ സൈൻസ് ഓഫ് q1 ആൻഡ് q2? q1ന്റെ സൈൻ പറയണം, സ്ഥിരമായി ചോദിക്കുന്നത്, എളുപ്പമാണ്. അപ്പൊ എന്താ? ഡയറക്ഷൻ നോക്കുക. അതായത് പുറത്തോട്ടാണ് ഡയറക്ഷൻ എങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഡയറക്ഷൻ പുറത്തോട്ടല്ലേ, അപ്പം q1 പോസിറ്റീവ്. ഇനി ഒരു ചാർജിലേക്കാണ് വന്നു ചേരുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആണ്. എന്താ? എല്ലാ ലൈൻസ് ഓഫ് ഫോഴ്സും q2ലേക്കാണ് വന്നു ചേരുന്നത്, അപ്പൊ q2 എന്താണ്? നെഗറ്റീവ്. അപ്പൊ ഇത് എ പാർട്ട്, ഇത് ബി പാർട്ട്.